السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, സൂറത്തുൽ അസ്റിൻ്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് അമ്മ ജുസ്ഇൽ ഇന്ന് നമുക്ക് പഠിച്ചു മനസ്സിലാക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. 3 ആയത്തുകൾ മാത്രമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്ത് ഏറ്റവും ചെറിയ വാചക ഘടനകളുള്ള സൂറത്താണെങ്കിലും ഇതിൻ്റെ ആശയം വളരെ വിശാലമായതാണ്. പലതവണ ഈ ഒരു സൂറത്തിൻ്റെ വിശദീകരണം കേട്ടിട്ടുണ്ടാകണം. കാരണം അത്രമാത്രം വിശദീകരിക്കപ്പെടേണ്ട, ഓർമ്മിക്കപ്പെടേണ്ട ഒരു സൂറത്താണിത്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞത്, ലൗ തദബ്ബറ അന്നാസു ഹാദിഹി സൂറ ലവസിഅത്ഹും. ജനങ്ങൾ ഈ ഒരൊറ്റ സൂറത്ത് ഉറ്റാലോചിച്ചിട്ടുണ്ടെങ്കിൽ ലവസിഅത്ഹും, അവർക്കത് മതിയായതാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ലകഫത്ഹും എന്നൊക്കെ അദ്ദേഹത്തെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കത് മതിയായതാണ്, അവർക്കത് വിശാലമായതാണ് എന്ന അർത്ഥത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടേണ്ടതായ എല്ലാ കാര്യങ്ങളും ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ്. ഈ സൂറത്ത് അത്രയും വിശാല അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും മനഃപ്പാടമുള്ള, വളരെ എളുപ്പമുള്ള ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്താണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ അസ്ർ എന്ന് പറയുന്നത്. ഈ സൂറത്തിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് വിജയിച്ച ആളുകൾ, ആർക്കാണ് നഷ്ടം പറ്റിപ്പോയത് എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയമുണ്ടാകണം എന്നുള്ളതാണ്. ജീവിതത്തിൽ പരാജയമുണ്ടാകണം എന്നാഗ്രഹിക്കുന്നതായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. ഒരാൾ പോലും ജീവിതത്തിൽ ഒരു പരാജയം രുചിക്കണമെന്ന് ആഗ്രഹിക്കുകയില്ല. മറിച്ച് വിജയം വേണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഒരുപാട് ആളുകൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വിജയത്തിലേക്ക് എത്താനുള്ള മാർഗത്തെക്കുറിച്ച് അവർ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ, പരാജയത്തിൽ നിന്നും കരകയറണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഇതിൻ്റെ 1-ാമത്തെ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കാലത്തെ തൊട്ട് സത്യം ചെയ്യുകയാണ്. വൽ അസ്ർ, അസ്ർ തന്നെയാണ് സത്യം എന്നാണ് പറയുന്നത്. എന്താണ് അസ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അത് പകലിൻ്റെ അവസാനത്തെ സമയത്തിനാണ് അസ്ർ എന്ന് പറയുന്നത്. ഏറ്റവും അഫ്ളലായ സമയം അതാണ്. പകലിൻ്റെ ഏറ്റവും അഫ്ളലായ സമയം അത് അതിൻ്റെ അവസാനത്തെ സമയമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം ദുആക്ക് ഉത്തരം കിട്ടുന്നു എന്ന് പറഞ്ഞ മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയമാണ്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് അസ്ർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ അവസാനത്തെ സമയം എന്ന രൂപത്തിലാണ് വിശദീകരിച്ചത്. വേറെ ചിലർ പറഞ്ഞു അല്ല, അസ്ർ എന്ന് പറഞ്ഞാൽ ഹുവ സമാൻ, കാലഘട്ടത്തിനാണ് അസ്ർ എന്ന് പറയുന്നത്.
എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാലഘട്ടത്തെ തൊട്ട് സത്യം ചെയ്തിട്ടുള്ളത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. കാരണം ഈ വിജയപരാജയത്തിലേക്ക് അമലുകൾ ചെയ്യുന്ന മുഴുവൻ മനുഷ്യന്മാരും അമൽ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. വിജയിച്ചവർ പണിയെടുത്തതും പരാജയപ്പെട്ടവർ പരാജയം രുചിച്ചതുമെല്ലാം ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. രണ്ടു കൂട്ടർക്കും വെവ്വേറെ കാലഘട്ടങ്ങളില്ല, വെവ്വേറെ സമയമില്ല. എല്ലാവരും ഒരേ സമയം ഒരേ കാലഘട്ടത്തിലാണ് ആളുകൾ പണിയെടുത്തത്. അതുകൊണ്ട് മനുഷ്യന്റെ അമലുകളെല്ലാം സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തെ തൊട്ട് തന്നെ സത്യം ചെയ്തുകൊണ്ട് പറയാം. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് കാലഘട്ടത്തിന്. നമ്മൾ സത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അഹ്കാമുകൾ പല കുറി ഈ ഒരു ജുസ്ഇൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ജുസ്ഇൽ ഒരുപാട് സൂറത്തുകൾ സത്യം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഖ്ലൂക്കുകൾ മാത്രമാണ് സത്യം ചെയ്യാൻ ഉപയോഗിക്കുക. ഇപ്പോൾ കാലഘട്ടം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയാണ്. കാരണം ആ കാലഘട്ടത്തിനകത്താണ് മനുഷ്യന്മാരുടെ അമലുകൾ മുഴുവനും സംഭവിക്കുന്നത് എന്നതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, ഒരു കാര്യത്തെ അള്ളാഹു തആല സത്യം ചെയ്ത് പറഞ്ഞാൽ ശേഷമുള്ള കാര്യം ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമായിരിക്കും. മൂന്നാമത്തെ കാര്യമായി നമ്മൾ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന പടപ്പുകളെല്ലാം സത്യം ചെയ്തുകൊണ്ട് പറയുക അത് അവന് മാത്രമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്ത് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ് ഔ ലിയസ്മുത്. നിങ്ങളിൽ ആരെങ്കിലും സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ, വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യട്ടെ, ഔ ലിയസ്മുത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക്. ആരെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ കുഫറോ ഷിർക്കോ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഈ വിഷയത്തിൽ വലിയ അലംഭാവമുണ്ട്. വല്ലാഹി എന്ന് പറയുന്നതിൻ്റെ പകരം ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം എന്നൊക്കെ പറയുന്ന പ്രവണത കാണാൻ സാധിക്കും. അങ്ങനെ ഒന്നും സത്യം ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ഖബറുകളിലും മറ്റുമൊക്കെ നാട്ടിയിട്ടുള്ള കയറുകളിൽ പിടിച്ച് സത്യം ചെയ്യുക എന്നുള്ളത് ചില നാടുകളിൽ ചില ജാറങ്ങളിലുമൊക്കെ പരിചയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആളുകൾ അത്തരം കയറുകളിൽ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിൽ പേടിയുണ്ട്. ഈ കളവ് എങ്ങാനും ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ ഞാൻ ചോര ഛർദ്ദിക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം എനിക്കുണ്ടാകുമെന്ന് പേടിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവർക്ക് അള്ളാഹുവിനേക്കാളും പേടി ഇത്തരത്തിലുള്ള ആളുകളെ ആയിരിക്കും, വലിയകളായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യം സത്യം ചെയ്യലായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അവന് മാത്രമാണ് പടപ്പുകളെ തൊട്ട് സത്യം ചെയ്യാൻ അവകാശമുള്ളൂ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു അവകാശവുമില്ല. ഹദീസിൽ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്താൽ അത് ഷിർക്കാണ് അവൻ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല വൽ അസ്ർ, കാലത്തെ തൊട്ട് തന്നെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. തീർച്ചയായും മനുഷ്യൻ അവൻ നഷ്ടത്തിൽ തന്നെയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ട് വൽ അസ്ർ, കാലത്തെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞിട്ട് വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല തൗക്കീദിന്റെ തീർച്ചപ്പെടുത്തുന്ന വാചകങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അവിടെ ഇന്ന എന്ന് പറയുന്നത് തീർച്ചയായും എന്ന അർത്ഥം കിട്ടാനാണ്. അതുപോലെ ലഫീ ഖുസ്ർ, അതിലെ ലാമ് അതും തൗക്കീദിനുള്ള ലാമാണ്, തീർച്ചപ്പെടുത്താനുള്ള ലാമാണ്. അപ്പൊ 3 സത്യം ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് സത്യം ചെയ്ത് വൽ അസ്ർ എന്ന് പറഞ്ഞു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അങ്ങനെ 3 കാര്യങ്ങളെ തൊട്ട് തീർച്ചപ്പെടുത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യർ മുഴുവനും നഷ്ടത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ മനുഷ്യർ മുഴുവൻ എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും പെട്ടു. അതിൽ ആദമിന്റെ മക്കളായിട്ടുള്ള മുഴുവൻ മനുഷ്യരും പെട്ടു. മുസ്ലിം ആകട്ടെ, കാഫിറാകട്ടെ, വെളുത്തവനാകട്ടെ, കറുത്തവനാകട്ടെ, ഏത് ഭാഷക്കാരനാകട്ടെ, അവരെല്ലാവരും ഇതിൽ പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മനുഷ്യനായിട്ടുണ്ടോ അത് നഷ്ടക്കാരനാണ്. ആരൊഴികെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ആ നഷ്ടത്തിൽ നിന്നും വിജയിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞു തന്നു. ഇല്ലല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ വിശ്വാസം സ്വീകരിച്ച ആളുകൾ ഒഴികെ, വഅമിലുസ് സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വതവാസൗ ബിൽ ഹഖ് സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ ഒഴികെ, വതവാസൗ ബിസ് സബ്ർ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞ് 4 വിഭാഗക്കാരെ അല്ലെങ്കിൽ 4 വിശേഷണങ്ങൾ സമ്മേളിച്ച ആളുകൾ അതിൽ നിന്നും രക്ഷപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നമ്മൾ ഓരോരുത്തരും നമ്മളിതിൽ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിലാണോ അതല്ല പരാജയത്തിന്റെ ആളുകളുടെ കൂട്ടത്തിലാണോ എന്ന് പരിശോധിക്കേണ്ടവരാണ്.
അത് പരിശോധിക്കുന്നത് ഈ 4 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ഈ 4 കാര്യത്തിൽ നമ്മൾ എവിടെയാണുള്ളത് എന്ന് പരിശോധിച്ചിട്ടാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യമായി പറഞ്ഞത് ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ വിശ്വാസവും അതിനു മുമ്പായിട്ട് അറിവും നേടിയിരിക്കുക എന്നുള്ളതാണ്. ഇൽമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാകണം. മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാകണം. വ മഅരിഫത്തു ദീനിഹി, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാകണം. വ മഅരിഫത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാകണം. ഈ കാര്യങ്ങളിലെല്ലാം അവൻ കൃത്യമായി പൂർണ്ണമായി വിശ്വസിച്ചിരിക്കണം. ഇതിനുള്ള അറിവുണ്ടാകണം. കാരണം ഏതൊരു കാര്യം വിശ്വാസം അത് സംഭവിക്കണമെങ്കിൽ അതിന് മുമ്പായിട്ട് അറിവുണ്ടാകണം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം നീ പഠിക്കണം, നീ മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കാൻ അത് പഠിക്കാനാണ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് പഠിക്കണം. കാരണം പഠിക്കാത്ത ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ താല്പര്യം എന്താണ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പാടില്ല, ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി അർത്ഥം പഠിക്കണം. അതാണ് ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ, ഈമാൻ ലഭിച്ച ആളുകൾ ഒഴികെ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് അവൻ പഠിക്കണം. എന്തൊക്കെയാണ് വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് അവൻ അടിസ്ഥാനപരമായി പഠിക്കേണ്ടത്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഹദീസ് ജിബ്രീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് ചോദിച്ചു, മൽ ഈമാൻ, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് എനിക്ക് അറിയിച്ചു തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിർ വഅൻ തുഅ്മിന ബിൽ ഖദർ ഖൈരിഹി വശർരി. 6 കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ഈ 6 കാര്യങ്ങളും ഒരാൾ എന്ത് ചെയ്യണം? വിശ്വസിച്ചിരിക്കണം. ഈ 6 കാര്യങ്ങളിലും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചിരിക്കണം. അതല്ലെങ്കിൽ അവന്റെ ഈമാനിന് ഭംഗം സംഭവിച്ചു, കോട്ടം സംഭവിച്ചു. അപ്പൊ അതിന് ഒന്നാമത്തത് എടുക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം. അള്ളാഹു തആലയിൽ ഒരാൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അള്ളാഹു ഉണ്ട് എന്നുള്ളത് ഒരാൾ വിശ്വസിച്ചിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏകനായ റബ്ബിനെ മനസ്സിലാക്കാനാണ്. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതൊരാൾ വിശ്വസിച്ചിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശഭൂമികളെ പടച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് അവൻ കൃത്യമായി വിശ്വസിച്ചിരിക്കണം. അള്ളാഹു ഉണ്ട് എന്നുള്ളതും അള്ളാഹുവാണ് ഈ കാണുന്ന മുഴുവൻ ദൃഷ്ടാന്തങ്ങളെയും മുഴുവൻ പടപ്പുകളെയും പടച്ചിട്ടുള്ളത് എന്നും വിശ്വസിക്കണം. ഇനി ആ റബ്ബിന് മാത്രമേ ഇബാദത്തുകൾ നൽകുകയുള്ളൂ എന്നവൻ വിശ്വസിക്കേണ്ടതുണ്ട്. അവന്റെ ആരാധന കർമ്മങ്ങൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നൽകാവൂ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉന്നതമായ നാമങ്ങളും വിശേഷണങ്ങളുമുണ്ട്. ഇതൊരാൾ പഠിച്ചിരിക്കണം. ഇത് പഠിക്കാതെ സഹോദരങ്ങളെ അവൻ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയില്ല. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ തന്നെ ഈ പറയുന്ന ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ അവർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ടാകാം. ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ അബദ്ധം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഈമാനിന്റെ കാര്യത്തിൽ 3 വിഭാഗം ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഒന്ന് മുഅ്മിനുൻ ഖാലിസുൻ അൽ ഖാലിസുൽ ഈമാൻ, ഇഖ്ലാസോടുകൂടി കൃത്യമായ ഈമാനുള്ള വിശ്വാസികളുണ്ട്. അവർക്ക് യാതൊരു സംശയമോ യാതൊരു അഭിപ്രായ വ്യത്യാസമോ ഈമാന്റെ കാര്യത്തിലില്ല. കൃത്യമായി അല്ലാഹു തആല എങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞോ അതുപോലെ വിശ്വസിക്കും. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ശിരസാ വഹിച്ച ആളുകളായിരിക്കും അവർ. രണ്ടാമത്തെ വിഭാഗം കാഫിറുൻ ജാഹിദുൻ മുൻകർ, അതിനെ നിഷേധിക്കുന്ന ആളുകളാണത്. വിശ്വസിക്കുകയില്ല. അല്ലാഹു തആലയിൽ വിശ്വസിക്കാതെ ധിക്കാരികളായി നടക്കുന്ന അനേകം ആളുകളുണ്ട്. മൂന്നാമത്തെ വിഭാഗമുണ്ട് മുതറദ്ദിദാൻ, സംശയമാണ് ഇതൊക്കെ ഉണ്ടാകുമോ ഇല്ലേ എന്ന സംശയത്തിലാണ് ജീവിക്കുന്നത്. പരലോകം ഉണ്ടാകുമോ, ഖബർ ശിക്ഷ ഉണ്ടാകുമോ, നന്മ തിന്മകളൊക്കെ വിചാരണ ഉണ്ടാകുമോ, എങ്ങനെങ്കിലൊക്കെ ജീവിച്ചാൽ പോരെ, ഈ പറയുന്നതൊക്കെ ഉണ്ടാകുമോ, ഈ ഖുർആനിലുള്ളതൊക്കെ സത്യമായിരിക്കുമോ എന്ന സംശയവുമായി നടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇവരും കാഫിറുകളാണ്. ആദ്യം പറഞ്ഞ ആളുകൾ മാത്രമാണ് വിശ്വാസികൾ. അതിനെ നിഷേധിക്കുന്നവരും കാഫിറാണ്. അതിന് സംശയം ഉണ്ടാകുന്ന ആളുകളും കാഫിറാണ്. കാരണം ഈമാനിൽ എന്ത് പാടില്ല? ഈമാനിൽ ശക്ക് ഒരാൾക്ക് പാടില്ല, സംശയം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സംശയം ഉണ്ടായാൽ സംശയത്തോടു കൂടിയാണ്, ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കുകയില്ല, അങ്ങനെ എന്തായാലും ചെയ്തേക്കാം, ചിലപ്പോൾ അല്ലാഹു തആല ചോദിച്ചേക്കാം, ചിലപ്പോൾ ഖബർ ശിക്ഷ ഉണ്ടായേക്കാം, ചിലപ്പോൾ പരലോകത്ത് വിചാരണ ഉണ്ടായേക്കാം എന്ന വിശ്വാസത്തിലാണ് ഒരാൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവൻ മുസ്ലിം അല്ല. അവൻ ബാഹ്യമായി ചിലപ്പോൾ മുസ്ലിമായി പരിഗണിച്ചേക്കാം, കാരണം അവൻ ആളുകളുടെ കൂട്ടത്തിൽ
ഇബാദത്തുകളും മറ്റും ചെയ്യുന്നുണ്ട്, പക്ഷെ ഖൽബിൽ അങ്ങനെയുള്ള യാതൊരു ഉറപ്പുമില്ല, സംശയത്തിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവൻ മുസ്ലിമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലെ വിശ്വാസം ഒരാൾ നന്നാക്കുക എന്നുള്ളതാണ്. ജനങ്ങളിൽ വലിയ വിഭാഗം ആളുകൾ ഇതിൽ പിഴച്ചതായി കാണാൻ സാധിക്കും. അല്ലെ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തി പറയുന്ന ആളുകൾ തന്നെ എടുത്തു നോക്കൂ. അള്ളാഹു തആലയിലുള്ള വിശ്വാസം എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളത് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, ശരിയാ. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത് എന്ന കാര്യത്തിൽ ബഹുഭൂരിപക്ഷവും കൃത്യമായി വിശ്വസിക്കാത്ത ആളുകളാണ്. അള്ളാഹുവോടൊപ്പം മറ്റു ചിലരോടും നമുക്ക് പ്രാർത്ഥിക്കാം, അത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നിർബന്ധമാണ് എന്ന് പറയുന്നവർ, അത് പ്രാർത്ഥിച്ചാൽ നല്ലതാണ് എന്ന് പറയുന്നവർ, അല്ലെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോട്ടെ, പ്രാർത്ഥിക്കാത്തവർ പ്രാർത്ഥിക്കേണ്ടതില്ല, ഈ രൂപത്തിലൊക്കെയുള്ള കുഫ്രൻ വിശ്വാസമുള്ള ആളുകളെ കാണാൻ സാധിക്കും. അത് ശരിയായ വിശ്വാസം അല്ലാഹു തആല അവന് മാത്രമാണ് ഇബാദത്തുകൾ നൽകേണ്ടത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ഒരാൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതിന് തെറ്റായ വ്യാഖ്യാനം പറയുന്നത് കാണാൻ സാധിക്കും. എന്താണ് അവരുടെ തെറ്റായ വ്യാഖ്യാനം? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ മൗജൂദുൻ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മൗജൂദായിട്ട് മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ കുഫ്രൻ വിശ്വാസമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട്, എല്ലാം അള്ളാഹു തആല തന്നെയാണ്. നീ എന്തിനാരാധിച്ചാലും അത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ അംശം ഇല്ലാത്തതായി ഒന്നുമില്ല, എല്ലായിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല മൗജൂദാണ് എന്ന കുഫ്രൻ വിശ്വാസം പറയുന്ന സൂഫികളെ കാണാൻ സാധിക്കും. അവരുടെ വിശ്വാസം ലാ ഇലാഹ മൗജൂദുൻ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മൗജൂദായി മറ്റൊന്നുമില്ല, എല്ലാത്തിലും അള്ളാഹു തആല ഉണ്ട് എന്ന കുഫ്രൻ വിശ്വാസമാണ് അവർക്കുള്ളത്. വേറെ ചിലർ അവർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ലാ ഖാലിഖ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ സൃഷ്ടാവായി മറ്റാരുമില്ല എന്ന് നമ്മൾ വിശ്വസിച്ചാൽ മതി എന്ന്. ആകാശഭൂമികളൊക്കെ പടച്ചത് അത് അള്ളാഹുവാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലയെ പരിചയപ്പെടുത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. അള്ളാഹുവാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തന്നത്, നമ്മുടെ കച്ചവടം നന്നാക്കി തരുന്നത് അള്ളാഹുവാണ്, റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ് എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇതിൽ മാത്രം, അള്ളാഹുവിന്റെ റബ്ബ് എന്നുള്ള വിശേഷണത്തിൽ മാത്രം റബ്ബ് സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുകയും ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം തെറ്റായി വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ കാണാൻ സാധിക്കും. വലാലത്തിന്റെ ആളുകളാണത്. വേറെ ചിലർ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ലാ ഹാക്കിമ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഭരണാധികാരി, അള്ളാഹു അല്ലാതെ വിധികർത്താവ് മറ്റാരുമില്ല എന്ന പുതിയൊരർത്ഥം കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു അല്ലാതെ വിധികർത്താവ് മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിയാണ്, പക്ഷേ അതുകൊണ്ടൊരു ബാത്തിലായ ഉദ്ദേശമുണ്ട്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അങ്ങനെയല്ല, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. രണ്ട്, അള്ളാഹു അല്ലാതെ വിധികർത്താവായി മറ്റാരുമില്ല എന്ന് പറയുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിൽ അള്ളാഹു റബ്ബാണ് എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതല്ല ഇവിടെ ഉദ്ദേശം. മക്കയിലെ മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അള്ളാഹുവാണ് എല്ലാ കാര്യത്തിലും വിധികർത്താവായി വരേണ്ടത് എന്ന വിഷയത്തിലായിരുന്നില്ല. മറിച്ച് ആരാധനകൾ മുഴുവനും അള്ളാഹു തആലക്ക് മാത്രമായിരിക്കണം. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകളിലൊന്നും, പ്രാർത്ഥനയാകട്ടെ, സഹായതട്ടമാകട്ടെ, അറിവ് നടത്തലാകട്ടെ, വരമേൽപ്പിക്കലാകട്ടെ, മറ്റൊരാൾക്കും കൊടുക്കാൻ പാടില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ താല്പര്യം. അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചത്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ് ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, നീ ഈ പറയുന്ന ആരാധ്യന്മാരെ എല്ലാം ഒറ്റ ആരാധ്യന്മാരായി ക്ലിപ്തപ്പെടുത്തുകയാണോ? ഇത് അത്ഭുതമുള്ള കാര്യമാണ്, അങ്ങനെ ചെയ്യരുത്. മറിച്ച് നമുക്ക് എല്ലാവരും വേണം, ഇവരെല്ലാവരും നമുക്ക് ആവശ്യക്കാരാണ്. ലാത്ത വേണം, ഉസ്സ വേണം, അതുപോലെ മനാത്ത വേണം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വേണം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വേണം. ഇവരെല്ലാം നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച് കൊണ്ടു നടക്കേണ്ടതാണ്. അതല്ലാതെ ഇവരെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഒന്നും നൽകാതെ, ഇവരോടൊന്നും തേടാതെ, ചോദിക്കാതെ എല്ലാം നേരെ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറയുന്നത് ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് വലിയ അത്ഭുതമുള്ള കാര്യമാണ്, നീ പുതിയ ദീനാണ് കൊണ്ടുവരുന്നത് എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുത്തത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് പറയുക, വിശ്വസിക്കുക, അത് പഠിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ സഹോദരങ്ങളെ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം ഒരാൾ ശരിയാക്കുക എന്നുള്ളതാണ്. ഇത് ശരിയായിട്ടില്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഈ 4 വിശേഷണങ്ങളും ഒരാളിൽ സമ്മേളിക്കണം. ഇതിലേതെങ്കിലും ഒന്നിൽ അബദ്ധം സംഭവിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല. വിശിഷ്യ അതിലൊന്നാമത്തെ കാര്യം, ഈമാനുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരാൾക്ക് അബദ്ധം സംഭവിച്ചാൽ
യാതൊരു കാര്യവും അതുകൊണ്ടില്ല. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അബദ്ധം സംഭവിക്കുന്ന ആളുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുന്ന വേളയിൽ അള്ളാഹു തആല അവനെക്കുറിച്ച് അറിയിച്ചു തരാത്ത രൂപത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെക്കുറിച്ച് പറഞ്ഞു തരാത്ത രൂപത്തിൽ, സ്വഹാബികളിൽ ഒരാൾ പോലും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അതിന്റെ അർത്ഥത്തിൽ നിന്നും മാറ്റി മറ്റർത്ഥങ്ങൾ നൽകുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു തആല 7 ആകാശത്തിന് മുകളിൽ അർശിൽ ഉപരിയിലായിരിക്കുന്നു, ആകാശത്തിന് മുകളിലായിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ അതിന് അള്ളാഹു തആലയുടെ ആ വാചകത്തിന് അങ്ങനെയല്ല അർത്ഥം. അത് അള്ളാഹു അള്ളാഹു ഭരണമേറ്റെടുത്തിരിക്കുന്നു, അധികാരമേറ്റെടുത്തിരിക്കുന്നു. അർ-റഹ്മാനു അലൽ അർശി ഇസ്തൗല എന്നാണ് അതിനർത്ഥം എന്ന് ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരർത്ഥം അള്ളാഹു തആല പറഞ്ഞു തന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധമായ അറബി ഭാഷയിൽ ഖുർആൻ നമുക്ക് ഓതി പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. സ്വഹാബികളിൽ ഒരാളും അതിന് അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞു തന്നിട്ടില്ല. മറിച്ച് പിന്നീട് പല ബിദ്അത്തുകാരും അള്ളാഹു തആലയെ കുറിച്ച് അങ്ങനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല വരുന്നതായിരിക്കും, അതുപോലെ മലക്കുകളും അണിയണിയായി വരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. വജാഅ അംറു റബ്ബിക്, നിന്റെ റബ്ബിന്റെ കൽപ്പന വന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു വരവുണ്ട്, അവൻ അവിടെ വരുന്നതായിരിക്കും എന്ന കാര്യത്തെ അവർക്ക് അതുപോലെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുന്ന അശ്അരികളെയും മാതുരീദികളെയും അതുപോലെ തന്നെ ജഹ്മിയാക്കളെയും മറ്റുമൊക്കെ കാണാൻ സാധിക്കും. ഇത് സലഫിന്റെ മൻഹജല്ല, മുൻഗാമികളുടെ മൻഹജല്ല, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജല്ല. മറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിൽ മൻഹജ് എന്താണ്? അല്ലാഹു തആല പറഞ്ഞതുപോലെ തന്നെ ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ അവനോട് ഉപമ വെക്കാൻ പറ്റുന്ന ഒരാളുമില്ല. ലൈസ കമിസ്ലിഹി ഷൈ വഹുവസ് സമീഉൽ ബസീർ, എന്നാൽ എല്ലാം കേൾക്കുന്ന അസ്-സമീ ആണ് അല്ലാഹു, എല്ലാം കാണുന്ന അൽ ബസീർ ആണ് അല്ലാഹു. അല്ലാഹു കാണുന്നു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർ കാണുന്നത് പോലെയല്ല. മനുഷ്യന്മാരും കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ കാഴ്ച അങ്ങനെയല്ല. അള്ളാഹു അസ്-സമീ ആണ്, അൽ ബസീർ. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അവന് പരിധികളില്ല. നമുക്ക് പരിധികളുണ്ട്, അള്ളാഹുവിന്റെ കാഴ്ചക്ക് പരിധികളില്ല. നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്, അള്ളാഹുവിന്റെ കേൾവിക്ക് പരിധിയില്ല. അപ്പൊ അള്ളാഹു എല്ലാം കേൾക്കുന്ന അസ്-സമീ ആണ്, അള്ളാഹു എല്ലാം കാണുന്ന അൽ ബസീറാണ്. അപ്പൊ അള്ളാഹുവിന് ആ നാമമുണ്ട്, അത് അതുപോലെ അവന് വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാമവിശേഷണങ്ങളെ ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജിൽപ്പെട്ടതല്ല. അതിൽ ഒരാൾക്ക് അബദ്ധം സംഭവിച്ചാൽ അവന്റെ വിശ്വാസ കാര്യങ്ങളിലാണ് അബദ്ധം സംഭവിച്ചത്, അവൻ ബിദ്അത്തുകാരനായി തീരും. സ്വഹാബികൾക്കില്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്നവനായി തീരും. അതല്ലെങ്കിൽ അവൻ കൊണ്ടുവരണം ഏതെങ്കിലും ഒരു സ്വഹാബി ഇതിനിങ്ങനെ അർത്ഥം പറഞ്ഞുകൂടാ, ഇത് അള്ളാഹുവിന് യോജിക്കുകയില്ല, ഇതിനിങ്ങനെയാണ് പറയേണ്ടത് എന്നൊരു സ്വഹാബിയെങ്കിലും പറഞ്ഞതായി എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പൊ അതിന് സാധിക്കുകയില്ല. അപ്പൊ പിൽക്കാലത്തുള്ള ആർക്കെങ്കിലും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിന് പുതുതായി വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, മനുഷ്യന്മാർക്ക് ഏറ്റവും എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്താണോ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞത് അത് അവനുണ്ട്. എങ്ങനെയുണ്ട്? മനുഷ്യന്മാരുടെ അല്ല, അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ, അവന്റെ ജലാലത്തിനും അവന്റെ ഖദറിനും യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അതുപോലെ തുല്യരായി മറ്റാരുമില്ല, അതിനോട് സാദൃശ്യം വെക്കുന്ന ഒരു തരത്തിലും ഒരാൾക്കുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് കുഫു വെക്കുന്ന ഒരാളും തന്നെ ഇല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസത്തിൽ സഹോദരങ്ങളെ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം. എല്ലാം കാര്യങ്ങളും നമുക്ക് പടച്ച് അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന റബ്ബാണ് അള്ളാഹു എന്ന് വിശ്വസിക്കണം. ആ റബ്ബിന് മാത്രമേ ഇബാദത്തുകൾ അഖിലവും അർപ്പിക്കാവൂ എന്ന് വിശ്വസിക്കണം. ആ റബ്ബിന് അവന് യോജിക്കുന്ന രൂപത്തിലുള്ള നാമവിശേഷണങ്ങളുണ്ട്, അത് നമ്മൾ വിശ്വസിക്കണം. ഇത് അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമാണ്. അതിനുശേഷം അവന്റെ മലായിക്കത്തുകളിൽ വിശ്വസിക്കണം. മലായിക്കത്തുകൾ നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കോടാനുകോടി മലായിക്കത്തുകൾ, അതിന്റെ എണ്ണം നമുക്ക് തൃപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശത്തിന് മുകളിൽ ബൈത്തുൽ മഅമൂർ ഉണ്ട്. കഅബയുടെ നേരെ മുകളിലാണ് ബൈത്തുൽ മഅമൂർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 7 ആകാശത്തിന് മുകളിൽ ബൈത്തുൽ മഅമൂർ എങ്ങാനും താഴേക്ക് വീഴുകയാണെങ്കിൽ അത് കഅബയുടെ മുകളിൽ വീഴും. അത്ര കൃത്യമായി 7 ആകാശത്തിന് മുകളിൽ ബൈത്തുൽ മഅമൂർ ഉണ്ട്. ആ ബൈത്തുൽ മഅമൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പടച്ച മലായിക്കത്തുകൾ ഓരോ ദിവസവും വന്ന് ഇബാദത്തുകൾ ചെയ്യും. അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലക്കുകളുണ്ട്. അവർ വന്ന് ഇബാദത്തുകൾ ചെയ്താൽ ഒരിക്കൽ വന്ന മലക്കുകൾ പിന്നീട് ബൈത്തുൽ മഅമൂറിനെ സന്ദർശിക്കുകയില്ല എന്നാണ്.
അതിനെ ഉണ്ടാക്കിയ അന്നു മുതൽ ഇന്ന് വരേക്കും ഖിയാമത്ത് നാൾ വരേക്കും അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എത്ര മാത്രമുണ്ട്? 70,000 മലക്കുകൾ, അതിൽ കൂടുതലുണ്ട്. അത്രയും മലക്കുകൾ ഇത് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്നഹു മാ മിൻ മൗദിഇൻ അർബഉ അസാബിൻ ഫിസ് സമാഇ ഇല്ലാ വഫീഹി മലകുൻ ഖായിമുൻ ലില്ലാഹി ഔ റാക്കിഉൻ ഔ സാജിദ്. 4 വിരലുകൾ വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും ആകാശലോകത്തില്ല. അവിടെ ഒരു മലക്ക് നിന്നുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ റുക്കൂലായിരിക്കും, അല്ലെങ്കിൽ സുജൂദിലായിരിക്കും. അങ്ങനെ ഇബാദത്തുകളിൽ മലക്കുകൾ മുഴുകിയിട്ടല്ലാതെ ഇല്ല എന്നാണ്. അപ്പൊ അത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ചില മലക്കുകളെ കുറിച്ച് പ്രത്യേകം പേരെടുത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ വിശ്വസിക്കുക. അതല്ലെങ്കിൽ ബാക്കിയുള്ള മലക്കുകൾ ഇങ്ങനെയുണ്ട് എന്ന് വിശ്വസിക്കുക. അപ്പൊ മലക്കുകളുടെ സയ്യിദായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അതാണ് മലക്കുകളുടെ സയ്യിദായിട്ടുള്ള നേതാവായിട്ടുള്ള ആള് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അത് വഹിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാ നബിമാർക്കും വഹി എത്തിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതുപോലെ മീക്കായിൽ മഴയും കാറ്റും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് മീക്കായിൽ എന്ന് പറയുന്നത്. ഇസ്രാഫീൽ, അത് കാഹളത്തിൽ ഊതുന്ന മലക്കിന്റെ പേരാണ്. അതുപോലെ നരകത്തെ കാക്കുന്ന മാലിക് എന്ന മലക്കുണ്ട്, സ്വർഗത്തെ കാക്കുന്ന റിദ്വാൻ എന്നുള്ള മലക്കുണ്ട്. ഇങ്ങനെ പേരുകൾ നമുക്ക് അറിയിച്ചു തന്നത്. അതുപോലെ നമ്മൾ വിശ്വസിക്കുക. അതല്ലാത്തത് മലക്കുകൾ ഉണ്ട് എന്ന് സഹോദരങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളിലൂടെ നമുക്ക് എത്തിച്ചു തന്നത്, അമ്പിയാക്കൾക്ക് എത്തിച്ചു കൊടുത്തത് കിതാബുകളുണ്ട്, വേദഗ്രന്ഥങ്ങളുണ്ട്. ഇതിൽ അറിയിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സബൂറുണ്ട്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്തുണ്ട്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇൻജീലുണ്ട്. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുഹഫുണ്ട്, ഏടുണ്ട്. അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽ ഖുർആനുണ്ട്. ഇങ്ങനെ അറിയിക്കപ്പെട്ടത് അതുപോലെ ഉണ്ട് എന്ന് വിശ്വസിക്കുക. ബാക്കിയുള്ള നബിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കണം, അതിന്റെ പേരുകൾ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല, അത് അതുപോലെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഇനി നബിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ 1,00,000-ൽ പരം നബിമാരുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത്രയും നബിമാരുണ്ട്. പക്ഷെ ആ നബിമാരുടെ എല്ലാ കഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അറിയിച്ചു തന്നിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, മിൻഹും മൻ ഖസസ്നാ അലൈക, അതിൽ ചില ആളുകളുടെ കഥ ഞാൻ നിനക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. വമിൻഹും മൻ ലം നഖ്സസ് അലൈക, ചില ആളുകളുടെ കഥ നാം നിനക്ക് വിവരിച്ചു തന്നിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പിന്നെ നബിമാരെ 25ഓളം നബിമാരുടെ പേര് ഖുർആനിൽ തന്നെയുണ്ട്. അത് നമ്മൾ അതുപോലെ തന്നെ വിശ്വസിക്കണം. അതുപോലെ തന്നെ വിശ്വസിക്കണം. ഇന്ന നബിമാരൊക്കെ ഉണ്ടായിരുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകിച്ചു നബിയാണെന്ന് വിശ്വസിച്ചിരിക്കണം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. അദ്ദേഹത്തിന് റൂഹുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അംശവുമായി ബന്ധപ്പെട്ട യാതൊന്നും തന്നെയില്ല. അതുകൊണ്ടാണ് നസ്രാണികളായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അഷ്ഹദു അന്ന ഈസാ നബി അല്ലാഹ്, ഈസാ അള്ളാഹിന്റെ നബിയാണെന്ന് പ്രത്യേകം പറയണം. കാരണം അവർക്ക് ആ കുഫ്രൻ വിശ്വാസമുണ്ട്. ഈസാ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒരു അംശത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ 1/3 എന്ന കുഫ്രൻ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് നസ്രാണികൾ, ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് അവർ അത് കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ ഉസൈർ അള്ളാഹുവിന്റെ മകനല്ല, ഉസൈർ അള്ളാഹുവിന്റെ മകനല്ല, അത് യഹൂദർ വിശ്വസിച്ചിരുന്ന കാര്യമാണ്. അപ്പൊ നബിമാരെ കുറിച്ച് കൃത്യമായി വിശ്വസിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പരലോകത്തെക്കുറിച്ച്, യൗമുൽ ആഖിറത്തിനെ കുറിച്ച് വളരെ കൃത്യമായി വിശ്വസിക്കണം. അഥവാ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അൽ ഈമാനു ബികുല്ലി മാ അഖ്ബറ ബിഹി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ യകൂനു ബഅദൽ മൗത്ത്, മരണശേഷം സംഭവിക്കുന്ന മുഴുവൻ കാര്യത്തെക്കുറിച്ചുമാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ എന്ന് പറയുന്നത്. അത് അന്ത്യദിനത്തിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും ഖിയാമത്ത് സംഭവിക്കുന്നത് അവന്റെ മരണത്തോടു കൂടിയാണ്. ആ മരണത്തോടു കൂടി സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതുപോലെ വിശ്വസിക്കണം. മരിക്കാൻ നേരത്ത് മലായിക്കത്തുകൾ കടന്നു വരുന്ന രംഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഹദീസിൽ അറിയിച്ചു തന്നിട്ടുണ്ട്. ആ മലായിക്കത്തുകളെല്ലാം ഒരുപോലെയല്ല. ആ മലായിക്കത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്ന സന്തോഷ വാർത്തയുമുള്ള നല്ല മുഖവുമായി വരുന്ന മലായിക്കത്തുകളുണ്ട്. അവർ വരുമ്പോൾ തന്നെ നല്ല സുഗന്ധമായിരിക്കും. അവർ ഒരു കൂജയിൽ നിന്നും വെള്ളം എങ്ങനെയാണോ പുറത്തേക്ക് എടുക്കുന്നത് അതുപോലെ മുഅ്മിനിന്റെ കൽബിൽ നിന്നും റൂഹിനെ എടുക്കുന്നതായിരിക്കും. ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പുറത്ത് മോശം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പരുഷന്മാരായ വിരൂപിയായിട്ടുള്ള മലായിക്കത്തുകളായിരിക്കും അവർക്ക് മുന്നിലേക്ക് എത്തിവരിക. അങ്ങനെ വളരെ നനഞ്ഞ ഒരു തുണി എങ്ങനെയാണോ മുള്ളുകളിൽ നിന്നും പറിച്ചെടുക്കുന്നത് അതുപോലെ ചിതറിയായിരിക്കും അവരുടെ റൂഹ് പുറത്തേക്ക് എടുക്കുക എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ ഖബറിലേക്ക് എത്തിയാൽ ആ ഇടുക്കമുള്ള ഖബറിൽ നമ്മൾ ഇരുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അവിടെ മുൻകറും നക്കീറും വരുന്നതാണ്. ആ 2 മലക്കുകൾ വളരെ കൃത്യമായ ആളുകളോട് തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് നൽകിയതിനു ശേഷം ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക്, മാ ദീനുക്, മൻ നബിയുക്. ചില റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തുകൊണ്ട് മൻ ഹാദർ റജുൽ, ഈ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത
ആളുകളാണെങ്കിലും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിന്റെ റസൂലാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാവുകയും അവരുത്തരം പറയുകയും ചെയ്യും. ഇതൊക്കെ പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം സഹോദരങ്ങളെ, അള്ളാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന കാലത്തോളം ഈ ലോകത്തെ ബാക്കിയാക്കുകയും പിന്നീട് ഖിയാമത്ത് നാൾ സംഭവിക്കുകയും ലോകത്തുള്ള മുഴുവൻ സർവ്വ ചരാചരങ്ങളും കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാ ആളുകളും ഫാൻ നശിച്ചു പോകുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. അങ്ങനെ മുഴുവൻ ആളുകളും നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും കാഹളത്തിലേക്ക് ഊതാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് പറയും. അങ്ങനെ വീണ്ടും ഊതുന്ന സമയത്ത് മുഴുവൻ ആളുകളും ഖബറിൽ നിന്നും എഴുന്നേറ്റ് വരുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും മഹ്ശറിലെത്തും. ആ മഹ്ശറ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി തന്നെയാണ്. ഈ ഭൂമിയെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലുള്ള ഉയർന്ന പ്രദേശത്തെയും താഴ്വിനെയും എല്ലാം നിരപ്പാക്കിയിട്ട് ഈ ഭൂമിയിൽ തന്നെ ഏകദേശം ഷാമിന്റെ ഭാഗത്തായിരിക്കും മഹ്ശറ ഉണ്ടാവുക എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അവിടെ മഹ്ശറ ഉണ്ടായിരിക്കുന്നതാണ്. അത് നിരപ്പായ ഭൂമിയായിരിക്കും. അത് അവിടെ വെച്ച് മഹ്ശറിൽ ഇതാ സൂര്യൻ 1 മൈല്, അത് എത്രയാണ് 1 മൈൽ എന്ന് പറയുന്നത്? ഇന്നത്തെ കണക്കാണോ അതല്ല ഒരു ചാണാണോ നമുക്കറിയുകയില്ല. പക്ഷേ പരലോകത്തെ കാര്യങ്ങളെല്ലാം ദുനിയാവുമായി നമുക്ക് തട്ടിച്ചു നോക്കാൻ സാധിക്കുകയില്ല. അത്രയും പ്രയാസം അനുഭവിക്കുന്ന മഹ്ശറയുണ്ടാകും. ആ മഹ്ശറയിൽ ദീർഘകാലം വർഷങ്ങളോളം ആളുകൾക്ക് കഴിയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ആരംഭിക്കും. അവിടെ വിചാരണ ഉണ്ടാകും. അതുപോലെ തന്നെ നന്മയുടെ ഏടുകൾ വലത് കൈയിലും തിന്മയുടെ ഏടുകൾ പുറംഭാഗത്തിൽ ഇടത് കൈയിലും നൽകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ ആ ഏടുകൾ മീസാനിൽ തൂക്കുന്നതായിരിക്കും. ഇതുപോലെ ഓരോ കാര്യങ്ങളും സഹോദരങ്ങളെ, പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ഓരോരുത്തരും വിശ്വസിച്ചിരിക്കേണ്ടതുണ്ട്. അതുപോലെ ഖദറിനെ കുറിച്ച് വിശ്വസിക്കണം. അൽ ഈമാൻ ബിൽ ഖദർ, എല്ലാ കാര്യങ്ങളും ഖൈറും ഷർറും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഖദറുല്ലാഹ് വ മാ ശാഅ ഫഅൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണിത്, അല്ലാഹു തീരുമാനിച്ചതാണ്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൽ പൊറുതികേട് കാണിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കിയിട്ടുള്ള മുഴുവൻ കാര്യവും അത് അള്ളാഹു നേരത്തെ നിശ്ചയിച്ചതാണ്, അത് അതുപോലെ തന്നെ സംഭവിക്കുകയുള്ളൂ, ഞാൻ എന്ത് ചെയ്താലും അതങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കി അതെല്ലാം അവന് ഖൈറാണെന്ന് മനസ്സിലാക്കി അവൻ ജീവിക്കുക. ഇതെല്ലാം അൽ ഈമാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിൽപ്പെടുന്നതാണ്. ഫില്ലല്ലദീന ആമനു എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഈ അടിസ്ഥാന വിശ്വാസം ഒരാൾക്കുണ്ടായിരിക്കണം. അതിനെന്തു വേണം? അതിനൊരാൾ പഠിച്ചിരിക്കണം. ഇതെനിക്കറിയുകയില്ല, അള്ളാഹുവിന്റെ വിശ്വാസത്തെക്കുറിച്ച് അറിയുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ പരാജയപ്പെട്ടവനായി തീർന്നു. അതാണ് നാം പറഞ്ഞത്, ജനങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകളും ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നവരല്ല. എന്നാൽ അള്ളാഹു ആകട്ടെ അവൻ കൽപ്പിക്കുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹു പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് പഠിക്കുന്നവരല്ല ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ ദൗത്യം ആളുകളിലേക്ക് ഇതിന്റെ ഇൽമ് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് അടുത്ത കാര്യത്തിലേക്ക് വരുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം സഹോദരങ്ങൾ. അതിന്റെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ മാത്രമാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞു വഅമിലുസ് സാലിഹാത്ത്, ഇൽമുണ്ടായാൽ മാത്രം പോരാ, അത് വിശ്വാസമായി ഖൽബിൽ എത്തിയാൽ മാത്രം പോരാ. വഅമിലുസ് സാലിഹാത്ത്, അത് സൽക്കർമ്മമായി പുറത്തേക്ക് ചെയ്യേണ്ടതുണ്ട്, അവൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ ചിലത് അവന്റെ ഖൽബിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുണ്ട്, ഖൽബുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. വിശ്വാസം ശരിയാണെങ്കിൽ ഖൽബിൽ നിന്നും ശരിയായ പ്രവർത്തനങ്ങളുണ്ട്. അള്ളാഹുവെ സ്നേഹിക്കുക, അള്ളാഹുവെ കുറിച്ച് ശരിയായ വിശ്വാസം സ്വീകരിച്ച ഒരാൾ ഖൽബ് കൊണ്ട് തന്നെ അവന്റെ പ്രവർത്തനം ആരംഭിക്കും. അള്ളാഹുവെ ഇഷ്ടപ്പെടും, മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവെ ഭയപ്പെടും, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കും, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി അവന്റെ ഖൽബിനെ ബന്ധിപ്പിക്കുക എന്ന് പറയുന്ന മഹത്തരമായ പ്രവർത്തനം അത് ഖൽബ് കൊണ്ട് ചെയ്യേണ്ട അമലാണ്, ഖൽബിന്റെ അമലാണ്. ഖൽബിന്റെ അമലുകൾ ഒരുപാടുണ്ട്. അതിനുശേഷം സഹോദരങ്ങളെ അവന്റെ ശരീരഭാഗങ്ങൾ കൊണ്ട് ചെയ്യേണ്ട അമലുകളുണ്ട്. ഈ അമലുകളെല്ലാം ഒരുമിച്ച് പറയുന്നതാണ് അമിലുസ് സ്വാലിഹാത്ത് വ അമിലുസ് സാലിഹാത്ത്, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്. എന്നാൽ സൽക്കർമ്മങ്ങൾ അതേതായാലും ശരി, അത് സ്വീകരിക്കപ്പെടാൻ 2 നിബന്ധനകൾ വേണം. ഒന്ന്, ആ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് ഇഖ്ലാസോടുകൂടിയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യണം. മറ്റൊരാളിൽ പങ്കു ചേർക്കാൻ പാടില്ല. മറ്റൊരാളുടെ പുകഴ്ത്തലുകളോ മറ്റൊരാളുടെ പ്രശംസയോ ആഗ്രഹിക്കാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യണം. 2, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയിൽ ചെയ്യണം. ഈ 2ൽ ഏതെങ്കിലും ഒന്ന് ഒരാൾക്ക് പിഴവ് സംഭവിച്ചാൽ അവന്റെ പ്രവർത്തനത്തെ അമൽ സാലിഹ്, സൽക്കർമ്മം എന്ന് പറയുകയില്ല, അമൽ എന്ന് പറയാം. അതൊരു പ്രവർത്തനമാണ്, സ്വീകരിക്കപ്പെടാത്ത തള്ളിപ്പോയൊരു പ്രവർത്തനം എന്ന് പറയാം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല പറഞ്ഞു, ഖുദ്സിയായ ഹദീസാണ്, അന അഗ്ന ശുറകാഇ അനിശ്ശിർക്ക്, എന്നിൽ പങ്കു ചേർക്കുന്ന ആളുകളിൽ നിന്നും ഞാൻ ധന്യനാണ്. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു കർമ്മം ചെയ്തു,
അശ്റക ഫീഹി മഈ ഗൈരി, അവൻ എന്നോടൊപ്പം മറ്റൊരാളിൽ പങ്കു ചേർക്കുകയും ചെയ്തു. എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, പക്ഷേ എന്നിൽ പങ്കു ചേർത്തു മറ്റൊരാളുമായി. അല്ലാഹു തആല പറയാണ് തറക്തുഹു വശിർക, ഞാൻ അവനെയും അവന്റെ പങ്കുവെച്ച കാര്യത്തെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. മർദൂദായി പോയി, തള്ളിപ്പോയി. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു, പക്ഷേ അതോടൊപ്പം ആളുകളുടെ പുകഴ്ത്തലുകൾ ആഗ്രഹിക്കുന്നു, ആളുകളുടെ പ്രശംസ ആഗ്രഹിക്കുന്നു, ദുനിയാവിന്റെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അവൻ ആഗ്രഹിച്ചാൽ അല്ലാഹു തആല അതിന്റെ ഒരു ഭാഗം മാത്രം സ്വീകരിക്കുന്നില്ല. കുറച്ച് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ, ബാക്കിയല്ലേ മറ്റുള്ളവർക്കില്ല. അല്ലാഹു തആല അത് പാടെ തള്ളിക്കളയുകയാണ്. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നാം അവർ ചെയ്തു കൂട്ടിയ അമലുകൾക്ക് നേരെ തിരിഞ്ഞു, എന്നിട്ട് നാം അതിനെ ചിതറിയ ധൂളികൾ കണക്കെ ആക്കി തീർത്തു എന്ന് പറയുന്നുണ്ട്. അത് ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ്. അതിൽ ആദ്യം പെടുക കുഫാറുകളുടെ പ്രവർത്തനമാണ്. കാരണം അവരുടെ പ്രവർത്തനത്തിൽ 100% ഇഖ്ലാസ് ഇല്ലായ്മയാണ്. അവർ അള്ളാഹുവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇതിൽ മുഅ്മിനീങ്ങളുടെ പ്രവർത്തനവും പെടുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇഖ്ലാസ് ഇല്ലാതെ ഷിർക്ക് കലർന്ന പ്രവർത്തനങ്ങൾ, അഥവാ ഷിർക്കുൻ അസ്ഗറായിട്ടുള്ള മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതും ചിതറിയ ധൂളികൾ പോലെ ആയിത്തീരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മുൻഗാമികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഈ വിഷയത്തിലാണ്. നമ്മുടെ ദീൻ പഠിക്കുന്ന വേളയിലും അമൽ ചെയ്യുന്ന വേളയിലും നിസ്കരിക്കുന്ന വേളയിലും ആളുകളെ സഹായിക്കുന്ന വേളയിലും നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്നോ അവിടെയെല്ലാം ഈ കാര്യം പരിഗണിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ മറ്റൊരാളുടെ എന്തെങ്കിലുമൊക്കെ പുകഴ്ത്തലുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ അത് ഇല്ലാതായി പോകും. സഹാബികൾ ഏറ്റവും കൂടുതൽ പേടിച്ച കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു കറുത്ത പാറയിൽ കൂരിരുട്ടരുള്ള രാവിൽ ഒരു കറുത്ത ഉറുമ്പ് എങ്ങനെ ഒരു പാറയിലൂടെ പോകുന്നത് നമുക്ക് ഗോപ്യമായി തീരുമോ, അത്രയും ഗോപ്യമായി ശിർക്ക് നമ്മിൽ പ്രവേശിക്കുമെന്നാണ്. നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും ഏതെങ്കിലുമൊക്കെ നിലക്ക് ഒരു ഉപകാരത്തിന് വേണ്ടി ചെയ്യുന്ന മറ്റുള്ളവന്റെ പ്രശംസയോ, ചിലപ്പോൾ സമ്പത്തായിരിക്കാം, ചിലപ്പോൾ പുകഴ്ത്തലായിരിക്കാം, ചിലപ്പോൾ അധികാരമായിരിക്കാം, ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് നമ്മുടെ അമലുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പരിശോധിക്കണം. ഒന്നതാണ്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി മുതാബഅത്ത് നമുക്ക് വേണം. ചില ആളുകൾ നല്ല ഇഖ്ലാസോട് കൂടി ചെയ്യും, ഒരാളെ കാണിക്കുകയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത പിൽക്കാലത്ത് ഏതെങ്കിലുമൊക്കെ നൂറ്റാണ്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും. അതിനെക്കുറിച്ച് എന്താണ് ദീനുൽ ഇസ്ലാമിന്റെ നിലപാട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു കർമ്മം ചെയ്തു അതിൽ എന്റെ കൽപ്പന യാതൊന്നുമില്ല, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനോടുള്ള ആദരവ് എന്ന് പറഞ്ഞിട്ട് എത്ര തരത്തിലുള്ള സലാത്തുകളാണ് ആളുകൾ പടച്ചുവിടുന്നത്. നാരിയാത്ത് സലാത്ത്, ഇന്ന സലാത്ത്, അങ്ങനെ സലാത്ത്. ആ സലാത്തുകൾ ശരിയായാൽ തന്നെ അത് പ്രത്യേകമായ രൂപഭാവങ്ങൾ കൊണ്ടുവന്ന് പ്രത്യേക എണ്ണങ്ങൾ നിശ്ചയിച്ച് പ്രത്യേകമായിട്ടുള്ള സലാത്ത് മജ്ലിസുകൾ നിശ്ചയിച്ച്, ഇത് ബിദ്അത്തായ കാര്യമാണ്, തള്ളിപ്പോകുന്ന കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഈ രൂപത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. പക്ഷേ സുന്നത്തിന്റെ അടിസ്ഥാനങ്ങളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത നോമ്പുകൾ, മിഅറാജിന്റെ നോമ്പ്, ബറാഅത്തിന്റെ നോമ്പ്, ഇങ്ങനെയുള്ള നോമ്പുകൾ, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത രൂപത്തിലുള്ള നിസ്കാരങ്ങൾ, റഗായിബ് നിസ്കാരം, അങ്ങനെ നിസ്കാരം, ഇങ്ങനെ റസൂലുള്ളാഹി കാണിച്ചു തരാത്ത നിസ്കാരം, കാണിച്ചു തന്ന കർമ്മങ്ങൾ തന്നെ ചെയ്യാൻ എമ്പാടുമുണ്ട്. ഒരു മുസ്ലിമിന്റെ ദിവസവും അവൻ ചെയ്യേണ്ട, രാവും പകലും ചെയ്യേണ്ട അമലുകൾ എന്തൊക്കെ എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ അത്രയും കർമ്മങ്ങളുണ്ട്. എന്നാൽ ഈ സൽക്കർമ്മങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ നൂറ്റാണ്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായ ഒരു സ്വഹീഹായ ഹദീസിൽ പോലും പിന്തുണ ഇല്ലാത്ത ദുർബലമായ അമലുകൾ ചെയ്യുന്ന അനേകം ആളുകൾ കാണാൻ സാധിക്കും. അത് തള്ളിപ്പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇഖ്ലാസും അതോടൊപ്പം തന്നെ ഇത്തിബാവും വളരെ കൃത്യമായി ആവശ്യമുള്ള കാര്യമാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ ഒരാൾക്ക് പിഴവ് സംഭവിച്ചാൽ അത് അവന്റെ അമൽ സാലിഹാത്ത് എന്നുള്ള പരിഗണനയിൽ നിന്നും അവൻ എന്ത് ചെയ്യും? തെറ്റിപ്പോകുന്നതായിരിക്കും. അവൻ ബിദ്അത്തുകാരനായി തീരും. ഈ പറയുന്ന വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടാൻ സാധിക്കില്ല. കാരണം ബിദ്അത്തുകാർ അവർ പരാജിതരാണ്. ബിദ്അത്തുകാർ ഏറ്റവും വലിയ പരാജിതരാണ്. ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന ആളുകൾ ഏറ്റവും വലിയ പരാജിതരാണ്. അവർ നരകത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള ആളുകളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. അതിനുശേഷം സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം എന്താണത്? വതവാസൗ ബിൽ ഹഖ്. ഈ മനസ്സിലാക്കിയ കാര്യം അത് പരസ്പരം ഉപദേശിക്കുക എന്നുള്ളത് അത് അനിവാര്യമായ കാര്യമാണ്. വതവാസൗ ബിൽ ഹഖ്, പരസ്പരം ഉപദേശിക്കേണ്ട ബാധ്യത നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. നമ്മൾ നന്നായി വിശ്വസിക്കുന്നു, പഠിക്കുന്നു, അത് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അതിൽ മതിയാവുകയില്ല. ഇത് രണ്ടും നമ്മോടുള്ള ബാധ്യതയാണ്.
ഇൽമ അന്വേഷിക്കുക, അത് പഠിക്കുക, അത് അമലാക്കുക. അത് നമ്മളോട് ചെയ്യുന്ന ബാധ്യതയാണ്. നമുക്ക് സമൂഹത്തോടുള്ള ബാധ്യതയുണ്ട്. ഈ കാര്യം ആളുകൾക്ക് അറിയിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല നിങ്ങൾ സ്വന്തത്തിന് വേണ്ടി ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ. അതാണ് ദഅവത്തിന്റെ ഏറ്റവും വലിയ പ്രേരകമായി തീരേണ്ടത്. നമ്മളെ ശരീരം നരകത്തിൽ പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ തൗഹീദ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഒരാൾ തിന്മയിലേക്ക്, നരകത്തിലേക്ക് പോകാൻ ഏറ്റവും വലിയ കാരണമായ ശിർക്കിൽ നിന്നും ആളുകളെ എന്ത് ചെയ്യേണ്ടതുണ്ട്? തടയേണ്ടതുണ്ട്. വതവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട്, ശരീഅത്ത് കൊണ്ട്, ദീനുൽ ഇസ്ലാം കൊണ്ട് ആളുകൾക്ക് പരസ്പരം ഉപദേശിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്, നമ്മുടെ ബാധ്യതയായിട്ടുള്ള കാര്യവുമാണ്. അത് നമ്മൾ ചെയ്യുക. അതുപോലെ സഹോദരങ്ങളെ, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. ദഅവത്ത് എന്ന് പറയുന്ന വിശാലമായ ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. അതിന്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് തിരിച്ചറിയണം. എല്ലാം ദഅവത്ത് എന്ന് പറഞ്ഞ് ചെയ്യുന്നതെല്ലാം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ദഅവത്ത് ആയിക്കൊള്ളണമെന്നില്ല. അല്ലാഹു തആല കാണിച്ചു തരാത്ത രൂപത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നതെങ്കിൽ അത് അല്ലാഹുവിലേക്കുള്ള ദഅവത്ത് എന്ന് പറയുകയില്ല. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക് ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ. ഒരുപാട് പാഠങ്ങളുള്ള ഒരു ആയത്താണ്. ഉദ്ഉ, നീ ക്ഷണിക്കണം, ഇലാ സബീലി റബ്ബിക്, റബ്ബിന്റെ മാർഗത്തിലേക്കാണ് ക്ഷണിക്കണം. റബ്ബിന്റെ മാർഗം ഏതാണ്? റബ്ബിന്റെ മാർഗം അത് സിറാത്തുൽ മുസ്തഖീമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ചു പോയിട്ടുള്ള മാർഗമാണ്. അതിലേക്കാണ് ഒരാൾ ക്ഷണിക്കേണ്ടത്, നിന്നിലേക്കല്ല. ഇലാ റബ്ബിക്, ഇലാ സബീലി റബ്ബിക്, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്, മറ്റൊരാളുടെ മാർഗത്തിലേക്കല്ല. നിന്റെ ഗ്രൂപ്പിലേക്ക്, നിന്റെ കക്ഷിയിലേക്ക്, നീ ഉണ്ടാക്കി വെച്ച ചില പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളുടെ കൂട്ടത്തിലേക്ക്, ആരെങ്കിലുമൊക്കെ രചിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കിതാബ് വായിക്കുന്നതിന് വേണ്ടി, ഇതൊന്നുമല്ല. മറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല സ്വഹാബ, സഹാബികൾ പറഞ്ഞു, ഈ കാര്യങ്ങളിലേക്കാണ് ആളുകളെ ക്ഷണിക്കേണ്ടത്. ഇതാണ് റബ്ബിന്റെ മാർഗം, ഇതാണ് റബ്ബിന്റെ മാർഗം. അത് ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, അതിന് ചില ആദാബുകളുണ്ട്, മര്യാദകളുണ്ട്. പരുഷമായിട്ടല്ല ആളുകളെ ക്ഷണിക്കേണ്ടത്, പരിഹസിച്ചുകൊണ്ടല്ല ആളുകളെ ക്ഷണിക്കേണ്ടത്, ഹിക്മത്തോടുകൂടി, അറിവോടുകൂടിയ. വൽ മൗഇദത്തിൽ ഹസന, നല്ല സദുപദേശം ആളുകളോട് നടത്തണം. വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ, വല്ല കാര്യത്തിലും നിനക്ക് തർക്കം സംഭവിക്കേണ്ടി വരികയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ അവരുമായി സംവദിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഹാദിഹി സബീലി, നബിയെ പറയുക, ഇതാണ് എൻ്റെ വഴി. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്, മറ്റൊന്നിലേക്കുമല്ല. ക്ഷണിക്കേണ്ടത് അല്ലാഹുവിലേക്കായിരിക്കണം. അലാ ബസീറ, അറിവോടുകൂടി ക്ഷണിക്കണം. അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ ക്ഷണിക്കരുത്. അല്ലാഹു തആലയെ കുറിച്ച് മനസ്സിലാക്കാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ ആളുകൾ ക്ഷണിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് കൃത്യമായി മനസ്സിലായിട്ടില്ല. അല്ലെ, സൂഫിയാക്കളായ ആളുകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്നത് എല്ലാം അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുണ്ട്, എല്ലാത്തിലും അള്ളാഹു ഉണ്ട്, നീ ആരെ വിളിച്ചാലും അള്ളാഹുവാണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. വേറെ ചിലർ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്നത് അള്ളാഹുവാണ് റബ്ബ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. എപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിയെ കുറിച്ച് പറഞ്ഞാലും അള്ളാഹു റബ്ബാണെന്നുള്ള കാര്യം മാത്രം അടിവരയിടുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്, ഇലാഹാക്കേണ്ടത് എന്ന കാര്യത്തെ ബോധപൂർവ്വം വിസ്മരിക്കുകയും അതാണ് സമൂഹത്തിൽ കൂടുതൽ നല്ലത് എന്ന് ചില ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടിസ്ഥാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ കാണാൻ സാധിക്കും. അത് ശരിയല്ല. മറിച്ച് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയുണ്ട്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? എന്തിലേക്കാണ് ആദ്യം ക്ഷണിക്കുക? തൗഹീദിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കണം. അല്ലാതെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല, നോമ്പെടുക്കാൻ അത് പറഞ്ഞിരുന്നെങ്കിൽ മക്കാ മുശ്രിക്കുകൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കൊരു നിസ്കാരമുണ്ട്, അതിൻ്റെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഔറത്തൊക്കെ കൃത്യമായി മറക്കാൻ പറഞ്ഞ് നന്നായി ത്വഹാറത്തൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. അവർ ഹജ്ജ് ചെയ്തിരുന്നു നഗ്നരായിട്ട്, അതിൻ്റെ ചില മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. മറിച്ച് അവരാദ്യം പഠിപ്പിക്കേണ്ടത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നത്. അതാണ് സമൂഹത്തിന് പഠിപ്പിക്കേണ്ടത്. ഇതാണ് അദ്ഉ ഇലല്ലാഹ് അലാ ബസീറ, അറിവോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നാൽ ഈ ഉൾക്കാഴ്ച ഇല്ലാത്തവൻ സഹോദരങ്ങളെ പലപ്പോഴും ഹക്കെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുന്നത് ചിലപ്പോൾ ബാത്തിലായിരിക്കും. ആ ക്ഷണിക്കപ്പെട്ട ആ വ്യക്തിയുടെ ബാത്തിലിനു കൂടി ഇയാൾ കാരണക്കാരനായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ദല്ല ഇലാ ഹുദാ മൻ ദഅ ഇലാ ഹുദാ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅൻ. ആരെങ്കിലും ഒരാൾ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ, അവൻ ക്ഷണിച്ചുകൊണ്ട് ഒരാൾ ആ സന്മാർഗത്തിലേക്ക് വന്നാൽ
അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം കൂടി എനിക്ക് ലഭിക്കുന്നതാണ്. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅൻ. അതായത് അവർക്കൊരു യാതൊരു കുറവും ഉണ്ടാവുകയില്ല. അവർക്കുള്ളത് അവർക്കുണ്ട്. അവരെ ക്ഷണിച്ചതിന് അതിന്റെ പ്രതിഫലം നിനക്കുണ്ട്. എന്നാൽ വമൻ ദഅ ഇലാ ദലാല, ആരെങ്കിലും ഒരു വഴികേടിലേക്ക് ഒരാളെ ക്ഷണിച്ചു, കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ആസാമി ഷൈഅ. നീ ക്ഷണിച്ച വ്യക്തി ഏതൊരു ദലാലത്തിലേക്കാണ് എത്തിപ്പോയിട്ടുള്ളത്, അവൻ ചെയ്ത കുറ്റത്തിനുള്ള ആ പ്രതിഫലം നിനക്ക് വേണ്ടി വരും. അല്ല, നീ ഒരാളെ ബിദ്അത്തിലേക്ക് ക്ഷണിച്ചു, ഖബർ പൂജയ്ക്ക് വേണ്ടി ക്ഷണിച്ചു, ഖബറിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ഖബറാളിയോട് സഹായം തേടാൻ ഒരാളെ നീ ക്ഷണിച്ചു, അതിലേക്ക് കൊണ്ടുവന്നു. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ബിദ്അത്തിന്റെ കക്ഷികളിലേക്ക് നീ ആളുകളെ ക്ഷണിച്ചാൽ അവൻ ചെയ്യുന്ന ബിദ്അത്തുകൾക്കുള്ള കുറ്റവും നീ പേറേണ്ടി വരും. അതുകൊണ്ട് ക്ഷണിക്കുന്ന കാര്യത്തെക്കുറിച്ച് നീ കൃത്യമായി അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നീ നിനക്ക് അറിവില്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല. നിന്റെ കേൾവിയും കാഴ്ചയും നിന്റെ ഹൃദയങ്ങളും എല്ലാം അല്ലാഹു തആല ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്താണ് നീ പറയുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമാണ് അത് അള്ളാഹുലേക്ക് ക്ഷണിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ തർത്തീബ് നോക്കൂ. ആദ്യം ഇൽമു വേണം, അതിനുശേഷം അമല് വേണം, അതിനുശേഷമാണ് ദഅവത്ത് വേണ്ടത്. ആളുകളെ അള്ളാഹുലേക്ക് ക്ഷണിക്കേണ്ടത്. ഒരാളൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, അത് അമലാക്കുന്നുമില്ല, അവന് എന്താണ് കാര്യം മനസ്സിലായിട്ടുമില്ല, അതിലേക്ക് മുമ്പ് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കുന്ന ആളായിരിക്കും. അതുകൊണ്ടാണ് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് അദ്ദേഹം തലക്കെട്ട് കൊടുത്തത് ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. പ്രവർത്തിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുന്നതിന് മുമ്പ്, പറയുകയും അമൽ ചെയ്യുകയും ചെയ്യുന്നതിന് മുമ്പ് ഇൽമു വേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഫഅലം, പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ ഒരുപാട് പ്രവർത്തനങ്ങളുടെ വിശ്വാസമുണ്ട്. അതിന് മുമ്പ് പഠിക്കാനാണ് പറഞ്ഞത്. പഠിക്കണം, അത് അമലാക്കണം, അത് ആളുകളിലേക്ക് എത്തിക്കണം. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. സഹോദരങ്ങളെ, നഷ്ടം പറ്റാതിരിക്കാൻ നമ്മളിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ഗുണം തവാസൗ ബിൽ ഹഖ്. നമ്മൾ പരസ്പരം ഹക്ക് കൊണ്ട്, സത്യം കൊണ്ട് ആളുകൾക്ക് ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഇതിന് അറിവ് വേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നന്നാസ ഇദാ റഅൗൽ മുൻകർ വലം യുഗയ്യിറൂഹു ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻഹു. നമ്മളൊരാൾ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ട്, തെറ്റാണ് എന്നൊക്കെ മനസ്സിലായി, എന്നിട്ട് അങ്ങനെയുള്ള തെറ്റുകൾ ജനങ്ങൾ ചെയ്യുന്നതായി നമ്മൾ കാണുകയും ചെയ്തു, നമ്മളത് തിരുത്തുന്നില്ല, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ് ആ തെറ്റുകൾ ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ലെങ്കിൽ ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻഹു, അള്ളാഹു ശിക്ഷിക്കുമ്പോൾ അവരെ മാത്രമായിരിക്കുകയില്ല, മറിച്ച് അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻഹു, അള്ളാഹു പൂർണ്ണമായി എല്ലാവരിലും ആ ശിക്ഷ അത് കൊണ്ടുവരും എന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. കാരണം ബനൂ ഇസ്രായേൽക്കാർ അങ്ങനെ ആയിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അന്നഹും കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. ബനൂ ഇസ്രായേൽക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം ഉണ്ടായിരിക്കുമെന്ന് പറയാനുള്ള കാരണം അവർ പരസ്പരം ചെയ്തിരുന്ന തിന്മകളെ എതിർക്കുമായിരുന്നില്ല എന്നാണ്. ഒരാളൊരു തിന്മ ചെയ്യും, അവൻ അത് കാണുന്നുണ്ട്, അവൻ എതിർക്കില്ല, അവനോടൊപ്പം തന്നെ കൂടെ ഇരിക്കും, അവനോടുമായി കൂട്ടുകൂടും. അങ്ങനെ ഇവൻ തിന്മ ചെയ്യും, ഇവനോടൊപ്പം അവനും കൂടെ ഇരിക്കും. അങ്ങനെ പരസ്പരം തിന്മകൾ ചെയ്യുന്നതിൽ സഹകരിച്ചുകൊണ്ട് തിന്മകളെ യാതൊരു നിലക്കുമുള്ള വിലക്കുകയും ചെയ്യാതിരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ആരെങ്കിലും ഒരാൾ തിന്മ കണ്ടാൽ അവൻ സാധിക്കുമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവന്റെ കൈകൊണ്ട് തന്നെ അവൻ തടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ നാവ് കൊണ്ട് തടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ അവന്റെ കൽബ് കൊണ്ട് വെറുക്കട്ടെ. ഈമാനിന്റെ ഏറ്റവും ദുർബലാവസ്ഥ അതാണ്. അത് ഈമാൻ അവനുണ്ട്, അതാണ് ഏറ്റവും ദുർബലാവസ്ഥ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചു. ഒരാൾ തിന്മ ചെയ്യുന്നത് കണ്ടാൽ അത് ഏറ്റവും നല്ലത് ഒരാൾ പറഞ്ഞുകൊണ്ട് അയാളെ അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് മതിയാകുന്നതാണ്. അത് കൈകൊണ്ട് തടുക്കുന്നതിന് തുല്യമാണ് എന്നാണ്. ഒരാൾ തിന്മ ചെയ്യാൻ നീ പോയി അത് പറഞ്ഞു കൊടുത്തു, അപ്പോൾ അയാൾ തന്നെ ആ തിന്മയിൽ നിന്ന് മാറിയാൽ അതാണ് ഏറ്റവും അഫ്ളലായ രൂപം. അത് നീ നിന്റെ കൈകൊണ്ട് തടുക്കുന്നതിന് തുല്യമാണ്. കാരണം നീ അയാളുടെ കൈകൊണ്ട് തന്നെ ആ തിന്മ ഇല്ലാതാക്കി. അത് നീ കൈകൊണ്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിലോ നീ നാവ് കൊണ്ട് പറയുക, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് നീ പറഞ്ഞു കൊടുക്കണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നീ നിന്റെ കൽബ് കൊണ്ട് വെറുക്കുക എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ട് വെറുത്തിട്ട് അയാളുടെ കൂടൊപ്പം ഇരിക്കുക എന്നുള്ളതല്ല. ഒരാൾ കൽബ് കൊണ്ട് വെറുത്തു കഴിഞ്ഞാൽ അയാൾ അവിടെ ഇരിക്കുകയില്ല. ഒരു കൽബ് കൊണ്ട്, അതാണ് പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യം. കല്യാണ വീട്ടിലൊക്കെ പോയാൽ അവിടെ സംഗീതം ഉണ്ടാകും, ആ രൂപത്തിൽ ഹറാമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ചില ആളുകൾ പറയും, എനിക്ക് ഇതിനൊന്നും ഇഷ്ടമല്ല, ഞാൻ ഇതിനൊക്കെ എതിർക്കുകയാണ് എന്ന് പറയും. എന്നിട്ട് അവിടെ പോയി ഇരിക്കുകയും ചെയ്യും. ഇത് വിരോധാഭാസമാണ്. അതിനെ നീ എതിർക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നീ അവിടെ ഇരിക്കാൻ പാടില്ല. നിന്റെ കൽബിന് അതിനോട് വെറുപ്പുണ്ടെങ്കിൽ ഒരിക്കലും നീ അതിന് ഇരിക്കാൻ പാടില്ല. നീ അവനോട് കാര്യം പറഞ്ഞു കൊടുക്കുക, അവിടെ മാറി നിൽക്കുക. അത്തരം അകമ്പടികൾ നീ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഹറാമുകൾ നടക്കുന്ന വേളയിൽ അത് നിനക്ക് നീക്കാൻ സാധിക്കുമെങ്കിൽ അത് നീക്കണം, അതാണ് ഏറ്റവും അഫ്ളൽ. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അതിനോട് യാതൊരു സഹകരണവും പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? അവന് കൃത്യമായി അതിൽ നിന്ന് വിലക്കുകയാണ് വേണ്ടത്. അതല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വരുമ്പോൾ നിങ്ങളിൽ എല്ലാവർക്കും അതിന്റെ ശിക്ഷയുണ്ടാകും, എല്ലാവർക്കും ആ ശിക്ഷ അത് സംഭവിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തിന്മകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ വതവാസൗ ബിൽ ഹഖ്, പരസ്പരം ഹക്ക് കൊണ്ട് ഉപദേശിക്കുക എന്നതിൽ പെടുന്നതാണ്. അതിലെല്ലാം വിശാലമായ കാര്യമാണ്. ഒരാൾ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക. അത് വാജിബാണെങ്കിൽ അതിന്റെ നിലക്ക്, മുസ്തഹബാണെങ്കിൽ അതിന്റെ നിലക്ക്. ഒരാൾ ഹറാമ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പരസ്പരം അതുകൊണ്ട് വിലക്കണം, അത് കൃത്യമായി ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആളുകളെ അതിൽ നിന്നും വിലക്കുക എന്നുള്ളത് അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം അവസാനമായി പറഞ്ഞത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, പരസ്പരം ക്ഷമ കൊണ്ട് വസിയത്ത് ചെയ്യണം, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ക്ഷമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മനുഷ്യനുണ്ടായിരിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 90ഓളം സ്ഥലങ്ങളിൽ ക്ഷമിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ, ഈമാനുള്ള ആളുകളെ, സ്ബിറു നിങ്ങൾ ക്ഷമിക്കുക, വസാബിറു നിങ്ങൾ ക്ഷമയിൽ മികവ് പുലർത്തുക, നന്നായി ക്ഷമിക്കുക. 2 പ്രാവശ്യം പറയാം, ക്ഷമിക്കണം, ആ ക്ഷമയിൽ നന്നായി ക്ഷമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരെ കൃത്യമായി അടിയുറച്ചു നിൽക്കണം. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കുന്നതായിരിക്കും എന്ന് പറയണം. അപ്പൊ ക്ഷമ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ പറഞ്ഞ 3 ഘട്ടങ്ങൾക്കും ക്ഷമ അനിവാര്യമാണ്. ഒന്നാമത്തെ ഘട്ടമായി ഇല്ലല്ലദീന ആമനു, വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ അവൻ അതിനു വേണ്ടി അറിവ് പഠിക്കണം, അതിന് ക്ഷമ അത്യാവശ്യമാണ്. അള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ അവൻ ക്ഷമ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ, അതിന് അറിവ് നേടാൻ ക്ഷമ വേണം.
അത് അമല് ചെയ്യാൻ ക്ഷമ വേണം. അപ്പൊ അമല് ചെയ്യുന്നിടത്തും പഠിക്കുന്നിടത്തും ഒക്കെ അവൻ ആ മടിയുണ്ടാകും. അപ്പൊ ആ മടിയുണ്ടാകുന്ന സമയത്ത് അതിനൊരു ക്ഷമ വേണം. അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? അവൻ ക്ഷമ വേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇതിൽ നിന്ന് വിലക്കുന്നതായ ഹറാമുകൾ എപ്പോഴും ഉണ്ടാകും. പഠന കാര്യത്തിൽ അവന് വിലക്കുന്നത്, അമല് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വിലക്കിക്കൊണ്ട് ഹറാമുകൾ അവനെ മാടി വിളിക്കുമ്പോൾ സബ്റു അൻ മഹാരിമില്ല, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും അവൻ മനസ്സിനെ ക്ഷമയോടെ പിടിച്ചു വെക്കണം. സബറ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം തന്നെ പിടിച്ചു വെക്കുക എന്നാണ്. പിടിച്ചു വെക്കുക എന്നാണ് ആ വാക്കിനർത്ഥം. ഹറാമുകളിലേക്ക് പോകുമ്പോൾ മനസ്സിനെ പിടിച്ചു വെക്കണം. അലസതകളിലേക്ക് പോകുമ്പോൾ മനസ്സിനെ അള്ളാഹുവിന്റെ താഅത്തിലേക്ക് നീ പിടിച്ചു വെക്കണം. നീ അതിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല. അതുപോലെ ജീവിതമാകുന്ന വേളയിൽ ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് അള്ളാഹു തആല നമ്മെ പരീക്ഷിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ ഖദറിൽ ഒരാൾ ക്ഷമിക്കണം. അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏൽപ്പിക്കുന്ന ഈ ഖദറിൽ അത് കൃത്യമായി വിശ്വസിക്കുക, അതനുസരിച്ച് ക്ഷമിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ഈ പറയുന്ന കാര്യത്തിലൊക്കെ ഒരാൾക്ക് സബ്ർ വേണം. ഇത് മനുഷ്യർ തമ്മിൽ വ്യത്യാസമുണ്ടാകും. ചില ആളുകൾക്ക് നന്മകൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും, പക്ഷെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രയാസമായിരിക്കും. ചില ആളുകൾക്ക് തിന്മകൾ വിട്ടു നിൽക്കാൻ വളരെ എളുപ്പമായിരിക്കും, അതേപോലെ തന്നെ അമലുകൾ ചെയ്യാൻ മടിയുണ്ടാകും. ചില ആളുകൾ ഈ രണ്ട് കാര്യത്തിലും ശരിയാണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ ഖദറിൽ ഒരു പ്രയാസം ഉണ്ടാകുന്ന സംഭവം വന്നാൽ പതറിപ്പോകും. ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന അവസ്ഥ പോലും ആളുകൾക്ക് ഉണ്ടാകും. ഈ നിലക്ക് മൂന്ന് കാര്യത്തിലും ഓരോ മനുഷ്യന്മാർക്കും വ്യത്യസ്ത രൂപങ്ങളിലായിരിക്കും. ചില ഓരോരുത്തരും ഓരോ മേഖലകളിലും സബറിൽ പരീക്ഷിക്കപ്പെടും. ഈ പറയുന്ന കാര്യത്തിലെല്ലാം ഒരാൾക്ക് സബർ കൂടി ഉണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ്. കാരണം അതല്ലാത്ത മുഴുവൻ മനുഷ്യരും ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരാശി മുഴുവൻ നഷ്ടത്തിലാണ്. വിശ്വാസം നന്നാക്കിയവരൊഴികെ, സൽക്കർമ്മങ്ങൾ കൃത്യമായി ചെയ്തവരൊഴികെ, പരസ്പരം ഹക്ക് കൊണ്ട് ഉപദേശിച്ചവരൊഴികെ, അതിൽ ക്ഷമ പുലർത്തിയ ആളുകൾ ഒഴികെ, ഈ പറയുന്ന 4 വിശേഷണങ്ങളും ഒരാളിൽ സമ്മേളിച്ചാൽ അവൻ വിജയിക്കുമെന്നാണ്. മഹാനായ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറയാൻ, ഫൽ ഈമാൻ വൽ അമലു സാലിഹ്, വിശ്വാസവും സൽക്കർമ്മങ്ങളും യുക്മിലുൽ ഇൻസാന ബിഹിമാ നഫ്സ, അതുകൊണ്ട് ഒരു മനുഷ്യൻ സ്വന്തത്തെ പൂർത്തീകരിക്കുന്നു. വത്തവാസി ബിൽ ഹഖ് വത്തവാസി ബിസ് സബ്ർ, പരസ്പരം ഹക്ക് കൊണ്ട് ഉപദേശിക്കുക, ക്ഷമ കൊണ്ട് ഉപദേശിക്കുക എന്നുള്ളത് യുക്മിലുൽ ഇൻസാന ബിഹിമാ ഗൈറ, അതുകൊണ്ട് മനുഷ്യൻ മറ്റുള്ള ആളുകളുടെ കാര്യവും എന്ത് ചെയ്യുന്നുണ്ട്? പൂർത്തീകരിക്കുന്നുണ്ട്. വബിതക്മീലിൽ ഉമൂരിൽ അർബഅതി യകൂനുൽ ഇൻസാനു ഖദ് സലിമ മിനൽ ഖസാറ, ഈ 4 കാര്യം ഒരാൾ പൂർത്തീകരിക്കുമ്പോഴാണ് നഷ്ടത്തിൽ നിന്നും ഒരാൾ കരകയറുകയുള്ളൂ. വഫാസ ബിർരിബ്ഹിൽ അളീം, ഉന്നതമായ ലാഭം അവൻ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. ഇത് സഹോദരങ്ങളെ ഈ സൂറത്തിന്റെ ചെറിയൊരു വിശദീകരണമാണ്. ഇതിൽ ഓരോ കാര്യങ്ങളും മാസങ്ങളോളമല്ല വർഷങ്ങളോളം പഠിക്കുകയും മനസ്സിലാക്കുകയും അമലാക്കുകയും ചെയ്യാൻ മാത്രമുള്ള കാര്യമാണ്. മഹാന്മാരായ സഹാബികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാ പറയാൻ, കഅനു ഇദൽ തഖൗ ഖറഅ ബഅദുഹും അലാ ബഅദി സൂറത്തുൽ അസ്ർ, അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യുമായിരുന്നു, അതിന്റെ ആശയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. കാരണം അത് അത്രയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ വിജയത്തിന്റെ പാതയിലാണോ അതല്ല നഷ്ടത്തിന്റെ പാതയിലാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ 4 കാര്യങ്ങൾ അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതിനാൽ അത് പരസ്പരം എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.